ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ചെറുതായിട്ട് നമ്മൾ എന്തൊരു മൈജി ഓക്സിജൻ വിസിറ്റാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പറ്റുകയാണെങ്കിൽ ഐഫോൺ 15 അല്ലെങ്കിൽ 16. അപ്പോൾ നല്ല മഴയാണ്, ഒന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, പോകാനുള്ള ഒരു ഇത് കാരണം നമ്മൾ വേഗം ഇറങ്ങുകയാണ്. മഴ കുറയാനായിട്ട് കാണാനുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോവാണ്. പോയിട്ട് ഇതിൽ നിന്ന് എടുക്കണമെന്നുള്ളതും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ട് കാണാൻ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. കാറ്റും മുകിലും പോലെ മണ്ണിൽ മൗനം വാഴും നേരം നാം ഒന്നായി, കവിളും ചുണ്ടും പോലെ കണ്ണും കനിയും പോലെ ചേരാനേതോ മോഹം. മൈജിലെത്തിയാണ് ഗൈസ്, 16 തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 15 ആട്ടാ. രണ്ടും നോക്കുന്നുണ്ട്, 15 16 നോക്കുന്നുണ്ട്. പ്രൈസ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നോക്കട്ടെ. ഇപ്പോൾ മൈജിയിൽ നിങ്ങൾ ബജാജിൻ്റെ സ്കീം ഇട്ടുവിട്ടാ മൈജിന്ന് തന്നെ സെറ്റ് ചെയ്തു. എന്താണെന്നറിയില്ല, എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാലും മൈജിന്ന് തന്നെ സാധനങ്ങൾ എടുക്കാറ്. S22, S23, S24 അൾട്ര, ഐഫോൺ 16 ഒക്കെ മൈജിന്നാണ്. അതും എല്ലാതും ബജാജിൻ്റെ തന്നെ. എന്തായാലും ഐഫോൺ എടുക്കാൻ വന്ന ഷവോമി ഫോണിൻ്റെ സൂമിങ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ലോണായ കാരണം. അങ്ങനെ ലോണിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അൺബോക്സിങ് ചെയ്യുന്നത്. കാരണം S24 അൾട്ര എടുത്തപ്പോഴും S23 എടുത്തപ്പോഴും ഓൾറെഡി നമ്മൾ EMI തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഓൾറെഡി അത് അവർ തന്നെ അൺബോക്സ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് തരാണ് പതിവായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും അവരൊന്ന് മേടിച്ചു. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള കളർ. ഐഫോൺ 16 128 GB സ്റ്റോറേജ് ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയൊക്കെ പൊളിച്ചളയുന്നത്. എന്താ അല്ലേ. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുള്ളത് സ്ക്രീൻ ഗാർഡ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുമാണ് നമ്മൾ മൈജിന്ന് വേറെ എടുത്തിട്ടുള്ളത്. എന്താണെന്നറിയില്ല, എങ്ങനെ വന്നു കഴിഞ്ഞാലും മൈജിന്ന് തന്നെ നമ്മൾ ഫോൺ എടുക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ ബാക്കി സെറ്റപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഫോൺ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് iOS യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും നല്ല രീതിയിലൊന്നും യൂട്യൂബിൽ നോക്കി പഠിച്ചെടുക്കാണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ നേരം വീട്ടിൽ നമ്മുടെ ആ ഒരു വീഡിയോ അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും അങ്ങനെയുള്ളൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.